നമസ്കാരം. നമുക്കിന്നൊരു മാങ്ങ അച്ചാറായാലോ? നമ്മുടെ അടുത്ത മാവിൽ കുറച്ച് മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പറിച്ചിട്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ, അതായത് നമ്മൾ വെളിയിലേക്കൊക്കെ, അതായത് മഹാരാഷ്ട്ര, ഹൈദരാബാദ്, മേപ്പോട്ട് അങ്ങോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള നല്ല കടുമാങ്ങ അച്ചാർ. കുറച്ച് നാൾ ഇരിക്കും. അത് ഇരുന്ന് പഴകിയെങ്കിലേ അതിന് ടേസ്റ്റ് ഉള്ളൂ. അപ്പം അതിനായിട്ട് നമ്മൾ കുറച്ച് മാങ്ങ പറിച്ചിട്ടുണ്ട്. ഒരു 2 കിലോ വരും കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ വലിയ പീസായിട്ടാണ് ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 പീസായിട്ട്, വലിയ പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നല്ല മാങ്ങയാണ്. ഒരു 2 കിലോ അടുപ്പിച്ച് നമ്മൾ പറിച്ചിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെയായിരുന്നു നോക്കാം. ഒരു 2 കിലോ ഉണ്ട്. 2 കിലോ പറിച്ച് 4 അത് വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ നല്ലവണ്ണം കഴുകി തുടച്ച് ഉണങ്ങി, ശകലം പോലും വെള്ളം ഇരിക്കാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് വേണം. അതിന് നമ്മൾ കട്ട് ചെയ്ത് അതിന് മഞ്ഞപ്പൊടി ഒക്കെ ഇട്ട് എടുത്തിട്ടുണ്ട്. ബാക്കി കുറച്ച് നമ്മൾ സൈഡൊക്കെ വരും, ചെറിയ ചെറിയ പീസുകൾ. അത് നമ്മൾ എന്താ പറയുന്നത്, ചെറിയ ഡെയിലി യൂസിനായിട്ട്, അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് അപ്പോൾ ഉപയോഗിക്കാനായിട്ട്. അതിന് നമുക്ക് വെളുത്തുള്ളി വേണം. ഒരു 1/4 കിലോ വെളുത്തുള്ളി. ഇഞ്ചി ഒരു 100 ഗ്രാം ഇഞ്ചി വേണം, നല്ലൊരു പീസ്. അത് പിന്നെ ഇഞ്ചി കുറച്ച് നമ്മൾ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്, പീസിനൊക്കെ പിടിക്കാൻ വേണ്ടിയാണ്. പിന്നെ വേണ്ടിയത് കുരുമുളകാണ്, ബ്ലാക്ക് പെപ്പർ. അതിനുശേഷം മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു 20 ഗ്രാം. പിന്നെ ജീരകം ഒരു 50 ഗ്രാം. കടുക് ഒരു 200 ഗ്രാം. അതിനുശേഷം ഉലുവ ഒരു 25 ഗ്രാം. 2 കിലോയ്ക്ക് ഒരു 50 ഗ്രാം വേണ്ടി വരും. ഇതെല്ലാം ഇപ്പോൾ ഈ ജീരകം ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ഒന്ന് വറുക്കണം. വറുത്ത് അതൊന്ന് ഗ്രൈൻഡ് ചെയ്യണം. ഗ്രൈൻഡ് മീൻസ് അരയ്ക്കാൻ പാടില്ല, പൊടിക്കാൻ പാടില്ല. ഒന്ന് ചതച്ചെടുക്കുക, നമ്മൾ പൊട്ടിച്ചെടുക്കുക. എന്നാലേ അതിൻ്റെ ആ മാങ്ങയിലൊക്കെ പിടിച്ച് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. പിന്നെ അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് ജീരകം ഒന്ന് വറുത്ത്, അതായത് ഗ്രൈൻഡ് ചെയ്തിട്ട് അതെല്ലാം പൗഡറാകാൻ പാടില്ല. ശേഷം കടുക് നമ്മൾ വറുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, കാരണം പൊട്ടിത്തെറിക്കാൻ കാരണം. അപ്പോൾ എന്തെങ്കിലും ഒന്ന് അത് കെയറായിട്ട് വെച്ചിട്ട് വേണം. ഉലുവ എല്ലാം നമ്മൾ നല്ലോണം വറുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുക വേണ്ടിയത്. അല്ലാതെ നമ്മൾ ഒരുപാടങ്ങ് അരയ്ക്കാനും പൊടിക്കാൻ പാടില്ല, പൊടിയാകാനും പാടില്ല, തരിയായിട്ട് കിടക്കണം. അപ്പോൾ അങ്ങനെ എല്ലാം നമ്മൾ ഓരോന്നായിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നമ്മളങ്ങനെ എടുത്തതിന് ശേഷം പൗഡറാക്കി എല്ലാം കടുക്, ഈ കടുക് നമ്മൾ ഒരു കുറച്ച് ഏറെ വേണം. ഈ കടുകിലാണ് അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് കേട്ടോ. ഈ കടുക് നമ്മൾ കുറച്ച് ഏറെ എടുക്കുക. കാര്യം കടുക് അതുപോലെ തന്നെ ഒരുപാട് അരയ്ക്കാനും പൊടിക്കാനും പാടില്ല. കടുക് നമ്മൾ കടിക്കണം. അപ്പോൾ അതേപോലെ ആ കടുകിൻ്റെ എണ്ണ ഇറങ്ങി അതിൻ്റെ ടേസ്റ്റ്. ഇതെല്ലാം നമ്മൾ എല്ലാം പ്രിപ്പയർ ചെയ്ത് എടുത്തിട്ടുണ്ട്. കടുക്, ജീരകം, ഉലുവ, പെപ്പർ, അതായത് കുരുമുളക്, ഇത്രയും സാധനം നമ്മൾ എല്ലാം ഒന്ന് എടുത്തിട്ട് ഒരു കടായി വെച്ച് അതിലേക്ക് നമ്മൾ എണ്ണ, ജിഞ്ചിരി ഓയിൽ, അതായത് നല്ലെണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ശരിക്കും ഇതിന് കടുകെണ്ണയാണ് യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ഇതായാലും മതി. ഇത് ഉപയോഗിക്കുന്ന തൽക്കാലത്തേക്ക് ഇതായാലും നമുക്ക് ഉപയോഗിക്കാം. ഇത് നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അപ്പം നമ്മൾ എന്താ പറയുന്നത്, ഈ വെളുത്തുള്ളി, ഇഞ്ചി ഇത് വെച്ചിട്ട് അതിൻ്റെ പേസ്റ്റും ഇട്ടിട്ട് നമ്മൾ അതിനൊന്ന് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്യാൻ മീൻസ് അതിനകത്ത് ആ വെള്ളം ഒന്ന് പറ്റിയെടുക്കണം. വെള്ളം പറ്റുന്ന പോലെ ഇതിൽ ലോ ഫ്ലെയിമിൽ, ഒരുപാടങ്ങ് ഫ്ലെയിം വയ്ക്കുക, കരിച്ച് കളയരുത്. അപ്പം നമ്മളതൊന്ന് വറുത്തെടുക്കുകയാണ്. വറുത്തെന്ന് പറഞ്ഞാൽ വെള്ളം ഒന്ന് പറ്റുന്ന പോലെ. അതിനുശേഷം നമ്മൾ ആ കട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്തേക്ക് അത് ആ എണ്ണയും അവിടെ ഒന്ന് ഒഴിച്ച് കൊടുക്കണം. അത് ഒഴിച്ചിട്ട് ആ എണ്ണ അപ്പോൾ അതിലേക്ക് നല്ലോണം പിടിക്കും. അതിനുശേഷം മുളക് പൊടി ഏകദേശം 2 കിലോയ്ക്ക് ഒരു 100 ഗ്രാം മുളക് പൊടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കാശ്മീരി ചില്ലിയും രണ്ടും കൂടെയാണ് മിക്സ് ചെയ്താണ്. കളറും കിട്ടും, അതിന് എരിവും കിട്ടും. അതിനുശേഷം നമ്മൾ അതായത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന, അല്ല ചതച്ച് വെച്ചിരിക്കുന്ന ഓരോന്നായിട്ടും നമ്മൾ അതിന് മേളിലേക്ക് വിതറി കൊടുക്കുക.
കടുക്, പിന്നെ ജീരകം, ഉലുവ, കുരുമുളകിൻ്റെ പൊടി. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യണം. മിക്സിങ്ങിലാണ് ഇതിൻ്റെ കാര്യം ഇരിക്കുന്നത്. നല്ലവണ്ണം മിക്സ് ചെയ്ത് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തിട്ട് വേണം അപ്പം ഇതെല്ലാം ഇട്ടതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്യുക. ഓക്കെ. പിന്നെ നമ്മൾ ഈ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഇങ്ങനെ ഇടുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കോൺ എല്ലാം നോക്കി വിടുക. ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. അപ്പോൾ നമ്മൾ ഇടുന്ന ഓരോ വീഡിയോ ആണ് നിങ്ങൾക്ക് ചെയ്യും നിങ്ങളിലേക്ക് എത്തും. അതിനുശേഷം നമ്മൾ ഉപ്പിട്ട് അതിനാവശ്യത്തിന് ഉപ്പിടുക. അതിനുശേഷം നമ്മൾ ഫൈനലിയാണ് കായപ്പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് കായപ്പൊടി ചേർക്കുക. ഉപ്പും ആവശ്യത്തിന് നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കുക. നല്ല ഫൈനലി നല്ല മിക്സ് ചെയ്ത് നല്ല ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ്. ഇത് നമ്മൾ ഏകദേശം ഒരു 15 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ഉപയോഗിക്കേണ്ടത്. വീട്ടിൽ ആദ്യം ഒരു 15 ദിവസം മാക്സിമം ഒരു മാസം ഇരുന്നതിന് ശേഷം നമ്മൾ ഇത് നല്ല ഭരണിയിലോ അല്ലെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ഇതിലേക്ക് നമ്മൾ ഇട്ട് അടച്ചു വയ്ക്കുക. അത് ഇട്ട് വയ്ക്കുമ്പോൾ ആ ഭരണി നല്ല തുടച്ച് നല്ല വൃത്തിയായിരിക്കണം. വെള്ളമയത്തിൻ്റെ അംശം ഇരിക്കാൻ, വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഇരിക്കാൻ പാടില്ല. നല്ല നീറ്റായിട്ട് തുടച്ച് ചൂടാക്കി ആ ഭരണി ഒന്ന് ചൂടാക്കി ഭരണിയിലിട്ട് വയ്ക്കുന്നതാണ് നല്ലത്. ഭരണിയായി പിന്നെ ഗ്ലാസ് ബോട്ടിൽ നല്ലത്. അപ്പോൾ നമ്മൾ ആ ചെറിയ പീസുകൾ വന്നത് അതിന് കട്ട് ചെയ്തതിന് ചെറിയ പീസുകൾ വന്നത് ഡെയിലി യൂസിന് വേണ്ടി നമ്മൾ മാങ്ങായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വേസ്റ്റ് എല്ലാം മീൻസ് ചെറിയ ചെറിയ പീസുണ്ട്. അപ്പോൾ അതെല്ലാം ചേർത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് ചെറിയൊരു ഇൻസ്റ്റൻ്റായിട്ട് അപ്പോൾ തന്നെ നമുക്ക് ഇന്നത്തെ കഴിക്കാൻ വേണ്ടി ഒരു നല്ല രീതിയിൽ ഉണ്ടാക്കുന്ന അച്ചാറാണ്. അപ്പോൾ ആ എണ്ണയിലേക്ക് മുളക് പൊടി ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആ മാങ്ങ, ഉപ്പ്, അപ്പം നമ്മൾ അതിലേക്ക് നേരത്തെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ അതിനകത്ത് നിന്ന് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാങ്ങയിൽ തന്നെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫൈനലി ഇതിട്ടിട്ട് ലാസ്റ്റിൽ കായപ്പൊടി കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി മാറ്റി വയ്ക്കുക. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വിനീഗർ ചേർക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇത് പെട്ടെന്ന് ഉപയോഗിക്കാനായിട്ടായതുകൊണ്ട് വിനീഗർ ഉപയോഗിക്കില്ലെങ്കിലും നല്ലതാണ്. മാങ്ങയ്ക്ക് ചെറിയ പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ വിനീഗറിൻ്റെ ആവശ്യമില്ല. പുളിപ്പല്ലെങ്കിൽ ഒരുപാട് പുളി പോകും. അപ്പോൾ ഫൈനൽ നമ്മൾ മാങ്ങ അച്ചാർ, നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ മാങ്ങ അച്ചാർ റെഡിയായിട്ടുണ്ട്. നമ്മുടെ നാടൻ സ്റ്റൈൽ മാങ്ങ അച്ചാർ റെഡിയായി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.